പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്ത്യാനിയായി
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധനായ ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ലോർഡ് ബൈറൻ എന്നായിരുന്നു. അദ്ദേഹം ഈ ലോക ജീവിതത്തിൽ എത്രത്തോളം സുഖം അനുഭവിക്കാൻ പറ്റുമോ അത്രത്തോളം സുഖം അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു സാഹിത്യകാരനായിരുന്നു. എല്ലാ സുഖഭോഗങ്ങളും മതിവരുവോളം അദ്ദേഹം ആസ്വദിച്ചു. അദ്ദേഹം സുഖിക്കാത്ത, മനുഷ്യന് സുഖിക്കാമെന്ന് തോന്നുന്ന ഏതെല്ലാം രംഗങ്ങളിൽ സുഖിക്കാൻ പറ്റുമോ അങ്ങനെയുള്ള രംഗങ്ങളിലെല്ലാം അദ്ദേഹം സുഖിക്കാത്തതായി ഒന്നും ഉണ്ടായിരുന്നില്ല. ജീവിതം അദ്ദേഹം ആസ്വദിച്ചു. സകല മ്ലേച്ഛതകളിലും തിന്മകളിലുമെല്ലാം മുഴുകി മുഴുവൻ ആസ്വദിക്കാനുള്ളതാണെന്ന് ധരിച്ച് അദ്ദേഹം എത്രത്തോളം സന്തോഷിക്കാമോ അത്രത്തോളം സന്തോഷിക്കാൻ, ഭൗതികമായി സന്തോഷിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലത്തോടടുത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അനുഭവിക്കാത്ത സന്തോഷങ്ങളില്ല, ഞാൻ സുഖിക്കാത്ത രംഗങ്ങളില്ല, ഞാൻ ആസ്വദിക്കാത്ത സുഖഭോഗങ്ങളില്ല. പക്ഷേ ഞാനിന്ന് ദാഹിച്ച് ജീവിതത്തിൽ ദാഹം മാറാത്തവനായി ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. ജീവിതത്തിൽ ദാഹം മാറിയില്ല. കുടിക്കാവുന്നതെല്ലാം കുടിച്ചു, സുഖിക്കാവുന്നതെല്ലാം സുഖിച്ചു, ആസ്വദിക്കാവുന്നതെല്ലാം ആസ്വദിച്ചു. പക്ഷേ ദാഹം മാറിയില്ല, തീരാദാഹം. വേറൊരു കവിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫ്രാൻസിസ് തോംസൺ എന്നാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തന്നെ ഫ്രാൻസിസ് തോംസൺ. അദ്ദേഹം വളരെ വലിയ ബുദ്ധിമാനായിരുന്നു, വളരെ കഴിവുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹം ആദ്യം ഒരു ഡോക്ടറാകാനായിട്ടാണ് പഠിച്ചത്. അതിനു മുൻപ് അദ്ദേഹം പഠിച്ചു ഒരു പട്ടക്കാരനാകാൻ പഠിച്ച് അധികം പഠിച്ചില്ല. അദ്ദേഹം അത് വിട്ടു. അദ്ദേഹം ഒരു ഡോക്ടറാകാൻ പഠിച്ചു, വിദ്യാർത്ഥിയായി. പക്ഷേ അതും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ജീവിത സുഖങ്ങളുടെ പിറകെ അദ്ദേഹം ഓടി, ജീവിത സന്തോഷങ്ങളുടെ പിറകെ ഓടി. എത്രത്തോളം ജീവിതം ആസ്വദിക്കാം അത്രത്തോളം ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് അദ്ദേഹം ധരിച്ചു. സുഖിക്കുക, മേളിക്കുക, ആനന്ദിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത പ്രമാണം. ഈ ഫ്രാൻസിസ് തോംസൺ അദ്ദേഹം വിദ്യാഭ്യാസവും തുടർന്നില്ല. ഒരു യാചകനെ പോലെ അദ്ദേഹം തെരുവോരങ്ങളിൽ അലഞ്ഞു നടന്നു. ജീവിതസുഖം കൊതിച്ച് അദ്ദേഹം നടന്നു, അലഞ്ഞു. കടത്തിണ്ണകളിൽ ഉറങ്ങും. ജീവിക്കാൻ മാർഗം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കടത്തിണ്ണകളിൽ ഉറങ്ങുന്നതിന് മുൻപ് കടലാസ് കഷ്ണങ്ങളിൽ പത്രത്തിൻ്റെയും മറ്റും ചില പേജുകളിൽ അദ്ദേഹം കവിതകൾ കുറിച്ചിടും. അസാമാന്യ ധിഷണാശാലിയായിരുന്നു അദ്ദേഹം. വലിയൊരു ബുദ്ധിജീവിയായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടതായ കാവ്യശീലുകൾ അതത്ര വിലപ്പെട്ടതാണെന്നൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ വിൽഫ്രഡ് മെയ്നൽ എന്ന് പറയുന്ന ഒരാൾ ഇദ്ദേഹത്തെ കണ്ടുമുട്ടുവാനിടയായി. അതിന് കാരണം ഇദ്ദേഹം കുറിച്ചിട്ടതായ കടലാസ് കഷ്ണങ്ങളിലെ കവിതകൾ ഈ മെയ്നൽ വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളത്തെ തൊട്ടു. ഏതോ ഒരു സമർത്ഥനായ ഒരു കലാകാരൻ്റെ കലാഹൃദയത്തിൽ നിന്ന് മാത്രമേ ഇത്രയും ധന്യമായ ശ്രേഷ്ഠമായ കാവ്യശീലുകൾ ഉദയം കൊള്ളുകയുള്ളൂ എന്ന് വിൽഫ്രഡ് മെയ്നൽ മനസ്സിലാക്കി. ആരാണ് ഈ കലാകാരൻ? അദ്ദേഹം അറിയാനായിട്ട് പുറപ്പെട്ടു.
പല തെരുവോരങ്ങളിലും അലഞ്ഞു. ഒടുവിൽ ഏതോ ഒരു റോഡരിയിലുള്ള കടത്തിണ്ണയിൽ മുഷിഞ്ഞ് കീറി നാറുന്ന വസ്ത്രം ധരിച്ച് ഈ ചെറുപ്പക്കാരൻ ഇരിക്കുന്നത് മീനൽ കണ്ടു. മീനൽ അദ്ദേഹത്തെ വിളിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. മീനലിൻ്റെ ഭാര്യയും ഈ യുവാവിനെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചു, നല്ല വസ്ത്രം കൊടുത്തു, നല്ല ജീവിത സാഹചര്യം കൊടുത്തു, അവനുമായി സംസാരിച്ചു. വിൽഫ്രഡ് മീനൽ ഒരു ക്രിസ്തുഭക്തനായിരുന്നു, ഒരു ദൈവദാസനായിരുന്നു. വിൽഫ്രഡ് മീനലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ ചെറുപ്പക്കാരനെ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ക്രിസ്തുവിലേക്ക് നടത്തി. പിൽക്കാലത്ത് ഈ ഫ്രാൻസിസ് തോംസൺ ക്രിസ്തുഭക്തനായി തീർന്നു. ക്രിസ്തുഭക്തനായി തീർന്നപ്പോൾ അദ്ദേഹം എഴുതിയ കാവ്യഗ്രന്ഥത്തിൻ്റെ പേര് ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്നാണ്. സ്വർഗത്തിലെ വേട്ടനായ. സ്വർഗത്തിൻ്റെ വേട്ടനായ എന്നെ തേടി തേടി നടന്ന് എന്നെ കണ്ടെത്തി, എന്നെ പിടികൂടി എന്നാണ് കവിതയുടെ ഏതാണ്ട് ആശയം. സ്വർഗത്തിൻ്റെ വേട്ടനായ. ഒരു വേട്ടനായ ഒരു ചെറുമൃഗത്തെ പിൻഗമിച്ച് ചെന്ന് അതിനെ പിടികൂടുന്നത് പോലെ എന്നെ ക്രിസ്തു ഓടിയോടി എൻ്റെ പിറകെ നടന്ന് എന്നെ അനുധാവനം ചെയ്ത് എന്നെ പിടികൂടി എന്നെ കൈവശത്താക്കി എന്ന്. പ്രിയപ്പെട്ടവരെ, ലോർഡ് ബൈറൺ സുഖഭോഗങ്ങൾക്ക് വേണ്ടി കൊതിച്ചു ദാഹാർത്തനായി മരിച്ചു. എന്നാൽ ഫ്രാൻസിസ് തോംസൺ സുഖഭോഗങ്ങളിൽ മുഴുകി, പക്ഷേ അവസാനം ക്രിസ്തുവിനെ കണ്ടെത്തി. ജീവിതത്തിൽ ഒരു മനുഷ്യന് നേടാവുന്ന മഹാഭാഗ്യം ക്രിസ്തുവിനെ കണ്ടെത്തുന്നതാണ്, ക്രിസ്തു കണ്ടെത്തുന്നതാണ്. നമ്മെ ക്രിസ്തു കണ്ടെത്തട്ടെ, നാം ക്രിസ്തുവിനെ കണ്ടെത്തുന്നവരായി തീരുക. ദൈവത്തെ വിട്ട് ഓടുമ്പോഴും ദൈവം നമ്മെ തേടി വരുന്നു എന്നുള്ളത് അത് എത്രയോ ആശ്വാസകരമായൊരു സംഗതിയാണ്. നാം ദൈവത്തെ വിട്ട് ഓടുമ്പോഴും, നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോഴും, നാം പാപത്തിൻ്റെ സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിക്കാൻ മുതിരുമ്പോഴും നമ്മെ തേടി വരുന്ന ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം, നമ്മെ പിടികൂടുന്ന ദൈവത്തിൻ്റെ സ്നേഹം, വേട്ടപ്പട്ടി ഒരു മൃഗത്തെ പിടികൂടുന്നത് പോലെ നമ്മെ എത്തിപ്പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. യോനാ പ്രവാചകൻ്റെ ജീവിതത്തിൽ അതാണ് നാം കാണുന്നത്. യോനാ പ്രവാചകൻ ദൈവത്തെ വിട്ട് ഓടുകയായിരുന്നു, നേരെ എതിർദിശയിലേക്ക് ഓടുകയായിരുന്നു. പക്ഷേ ദൈവം പ്രവാചകനെ അനുധാവനം ചെയ്തു. ദൈവസ്നേഹം പ്രവാചകനെ പിന്തുടർന്നു. ദൈവസ്നേഹം പ്രവാചകനെ പിടികൂടി. മഹാമത്സ്യം പ്രവാചകനെ കൊണ്ടുവന്ന് എവിടെ എത്തുവാൻ ദൈവം ആഗ്രഹിച്ചോ അവിടെ തന്നെ പ്രവാചകനെ എത്തിച്ചു. യോനാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം അങ്ങനെയാണെന്ന് വായിച്ചത്. യോനയെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. അങ്ങനെ യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു. യോന ഈ മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിലാണ് കാണുന്നത്. 10-ാം വാക്യം. എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ച് കളഞ്ഞു. നിനവയിലേക്ക് പോയി വചനം പറയുവാനാണ് യോനയ്ക്കുണ്ടായ എളുപ്പാട്. നിനവയിൽ യോനയെ എത്തിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവം അത്ഭുതകരമായി യോനയെ പിന്തുടർന്ന് യോനയെ പിടികൂടി യോനയെ നിനവയെ തീരത്ത് എത്തിച്ചു. യോനയെ ആഗ്രഹിച്ചിട്ടല്ല, എത്തുമെന്ന് പ്രതീക്ഷിച്ചതുമല്ല, എത്തരുതെന്ന് പ്ലാനിടുകയും ചെയ്തതാണ്. പക്ഷേ യോനയെ നിനവേ തീരത്ത് ദൈവം എത്തിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മെ ഒരു കടവിങ്കിൽ എത്തിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരു ശുഭതീരത്തെത്തിക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മെ ഒരു ശോഭനമായ ഭാവിയിൽ എത്തിക്കാൻ ദൈവത്തിന് പരിപാടിയുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട്. അവിടെ എത്തിക്കുവാൻ ദൈവം അധ്വാനിക്കുകയാണ്. ദൈവം എല്ലാം ക്രമീകരിച്ച് തരികയാണ്. ദൈവം ഓരോന്ന് ക്രമീകരിച്ച് ദൈവം യോനയെ നിനവേദനത്തെ എത്തിച്ചതുപോലെ ദൈവം നമ്മെ
എത്തേണ്ടിടത്ത് എത്തിക്കാൻ അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ പിറകെ വരികയാണ്. ഇന്നും നിങ്ങൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ പിറകെ വരുന്ന ഈ സ്നേഹത്തെ നിങ്ങളൊന്ന് കാണുക. ഈ നിർമ്മല സ്നേഹം, ഈ നിസ്തുല സ്നേഹം, ക്രൂസിലെ സ്നേഹം, പാപിയെ തേടി വരുന്ന സ്നേഹം, അനുസരണം കെട്ടവനെ പിന്തുടരുന്ന സ്നേഹം, എതിരെ ഓടുന്നവൻ്റെ പിറകെ വരുന്ന സ്നേഹം, വിട്ടുമാറാത്തതായി ഈ സ്വർഗീയ സ്നേഹം നമ്മുടെ പിറകെ വന്ന് നമ്മെ കടന്നു പിടിക്കുകയാണ് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ അനന്തമോഹനമായ സ്നേഹം നമ്മെ വശീകരിക്കുകയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. യോനായെ മത്സ്യം നിനവേ തീരത്ത് ഛർദ്ദിച്ചു. 3-ാം അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളിച്ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് പോയി. ആദ്യം അരുളപ്പാട് കിട്ടിയപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചില്ല. എന്നാൽ 2-ാമത് അരുളപ്പാട് കിട്ടിയപ്പോൾ യോന അനുസരിച്ചു. 1-ാമത്തേതിൽ അനുസരിച്ചില്ലെങ്കിലും 2-ാമത്തേതിൽ അനുസരിക്കാൻ തയ്യാറായി. സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നാം അനുസരിക്കാൻ തയ്യാറായില്ല. ദൈവവചനം നാം അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ ശബ്ദം നാം തിരിച്ചറിഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കിയില്ല. നമ്മുടെ പിന്നാലെ പാഞ്ഞു വരുന്ന ദൈവസ്നേഹത്തിൻ്റെ അഗാധമായ അഭിനിവേശം നാം ഗ്രഹിച്ചില്ല. ദൈവസ്നേഹത്തിൻ്റെ ആ ദാർഢ്യം നാം തിരിച്ചറിഞ്ഞില്ല. നമ്മെ പിടികൂടുവാൻ വരുന്നതായ ദൈവസ്നേഹം നമുക്ക് ഒരു ശോഭനമായ ഭാവി തരാനാണ് നമ്മുടെ പിറകെ വരുന്നതെന്ന് നാം തിരിച്ചറിഞ്ഞില്ല. എങ്കിലും ദൈവസ്നേഹം യോനായെ കടന്നു പിടിച്ചതുപോലെ നമ്മെയും കടന്നു പിടിക്കുകയാണ്. നമ്മെക്കൊണ്ട് ദൈവം ആഗ്രഹിച്ച വേല ചെയ്യുവാൻ ദൈവം നമ്മെ വീണ്ടും നിയോഗിക്കുകയാണ്. ദൈവത്തിന് നിയോഗം ലഭിച്ചു, ദൈവത്തിന് കമ്മീഷൻ ലഭിച്ചു. യോനായുടെ പുസ്തകത്തിൽ നാം ഇതിനു മുൻപ് കണ്ടത് പ്രധാനപ്പെട്ട ചില വാക്കുകളാണ്. 1 കൺവിക്ഷൻ, പാപബോധം അല്ലെങ്കിൽ കുറ്റബോധം. 2 കൺട്രീഷൻ, മനം തകർന്ന അവസ്ഥ, ഹൃദയ നുറുക്കം. 3 കൺവേർഷൻ, മനംതിരിവ് അല്ലെങ്കിൽ മാനസാന്തരം. 4 കൺഫെഷൻ, അനുതാപത്തോടുള്ള ഏറ്റുപറച്ചിൽ, പാപത്തെ ഏറ്റുപറയുന്ന അനുഭവം. ഇപ്പോഴിത് 5-ാമത്തെ വാക്ക് നമുക്ക് കിട്ടുന്നു, കമ്മീഷൻ. ദൈവം നിയോഗം നൽകുകയാണ്. നീ പോയി പ്രസംഗിക്കുക എന്നാണ് പറയുന്നത്. ഒരിക്കൽ നീ വേണ്ട എന്ന് വെച്ചത് ഞാൻ നിന്നെ തന്നെ പരിമേൽപ്പിക്കുന്നു, നീ പോയി പ്രസംഗിക്കുക. ദൈവം യോനായ്ക്ക് നിയോഗം കൊടുക്കുകയാണ്, കമ്മീഷൻ കൊടുക്കുകയാണ്, കമ്മീഷൻ പരിമേൽപ്പിക്കുകയാണ്, ഒരു മിഷൻ ഏൽപ്പിക്കുകയാണ്, ഒരു പ്രേക്ഷിത ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. അനുഗ്രഹീതമായൊരു ശുശ്രൂഷ യോനായെ ദൈവം പരിമേൽപ്പിക്കുകയാണ്. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്കുണ്ടായെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളിച്ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. വളരെ വ്യക്തമാണ്. ദൈവം അരുളി ചെയ്യുന്നതേ ഒരു പ്രവാചകൻ പറയാവൂ. സ്വന്തം ബുദ്ധിയിൽ നിന്നും പറഞ്ഞു പോകരുത്, സ്വന്തം ചിന്തയിൽ നിന്നും പറഞ്ഞു പോകരുത്, സ്വന്തം ശരിയിൽ നിന്നൊന്നും പറഞ്ഞു പോകരുത്, സ്വന്തം നീതിയിൽ നിന്നും പറഞ്ഞു പോകരുത്. ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം നീ അതിനോട് പ്രസംഗിക്കുക. ഞാൻ നിന്നെ ഫലമേൽപ്പിക്കുന്ന ഒരു ദൗത്യമുണ്ട്, ഞാൻ നിന്നെ ഫലമേൽപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്, ഞാൻ നിനക്ക് തരുന്നതായ അരുളപ്പാടുണ്ട്, അത് മാത്രം നീ പറയുക. ആ കമ്മീഷൻ വിജയകരമായി പൂർത്തീകരിക്കണമെങ്കിൽ പാപബോധമുണ്ടാകണം, തകർന്ന ഹൃദയമുണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം, പാപം ഏറ്റുപറയണം. ഈ 4 പടികളും കഴിഞ്ഞ് വേണം ഒരു യഥാർത്ഥ സുവിശേഷകനാകാൻ. അല്ലാതെ പ്രസംഗിക്കാം, വാക്കുകൾ പറയും, ജ്ഞാനം പറയും, അറിവ് പറയും, പാണ്ഡിത്യം പറയും, പക്ഷേ ആത്മാക്കളെ തൊടുകയില്ല, ദൈവത്തിന് ശുശ്രൂഷയാവുകയില്ല. ദൈവത്തിന് ശുശ്രൂഷയാകണമെങ്കിൽ, ദൈവം ഫലമേൽപ്പിക്കുന്ന വചനം നമ്മുടെ നാവിൽ കൂടി ലഭിക്കണമെങ്കിൽ, ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതായ ശുശ്രൂഷ നിർവഹിക്കണമെങ്കിൽ ഈ പടികൾ നാം കടന്നേ പറ്റൂ. നമ്മുടെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ടാകണം. ഞാൻ ആര് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. ഞാൻ ആര് എന്നുള്ള തിരിച്ചറിവുണ്ടായാൽ പോരാ,
എനിക്ക് ഒരു തകർന്ന ഹൃദയം, അനുതാപം കൊണ്ട് തകർന്നതും ഉടഞ്ഞതുമായ ഒരു മനസാക്ഷി ഉണ്ടാകണം. അതുമാത്രം പോരാ, എനിക്കൊരു മാനസാന്തരം ഉണ്ടാകണം. വ്യക്തമായൊരു മനംതിരിവ്, വ്യക്തമായ ഒരു രൂപാന്തരം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. അതും പോരാ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെല്ലാം വേദനയോടെ അനുതാപത്തോടെ ഏറ്റുപറയുന്ന മനസ്സുള്ളവനായി തീരണം. ഇത്രയും കഴിഞ്ഞു വേണം ഞാൻ ദൈവത്തിൻ്റെ വചനം പറയുവാൻ. അപ്പോഴാണ് ആ കമ്മീഷൻ അർത്ഥവത്തായി തീരുന്നത്. അപ്പോഴാണ് ആ കമ്മീഷൻ പ്രയോജനപ്രദമായി തീരുന്നത്. സഹോദരങ്ങളെ, ഇതേ അനുഭവം തന്നെ യെശയ്യാ പ്രവാചകൻ ഉണ്ടായത് നമുക്ക് കാണാൻ സാധിക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ പ്രവാചകൻ ഇതേ പടികൾ കടക്കുന്നതായി നാം കാണുകയാണ്. പ്രവാചകൻ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടപ്പോൾ തന്നെ കണ്ടു. പ്രവാചകൻ ആദ്യം ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ തന്നെ കണ്ടു. തന്നെ കണ്ടപ്പോൾ പ്രവാചകന് അനുതാപമുണ്ടായി, കുറ്റബോധമുണ്ടായി. യെശയ്യാ പ്രവാചകന് ഇതേ കാര്യമുണ്ടായി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമി അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. യോനാ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി യെശയ്യാ പ്രവാചകൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകത കാണാൻ സാധിക്കും. യെശയ്യാവ് ഈ 6-ാം അധ്യായത്തിന് മുൻപും പ്രവചനം പറഞ്ഞ ദൈവദാസനാണ്. ശ്രേഷ്ഠമായ ദൂതുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവദാസനാണ്. ദൈവത്തിൻ്റെ വചനം നാവിൽ ലഭിക്കുകയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്ത് തീയുടെ വചനം പറഞ്ഞ ദൈവപുരുഷനാണ്. പക്ഷേ ഇപ്പോഴാണ് ഒരാഴ്മേറിയ അനുഭവത്തിലേക്ക് ദൈവം പ്രവാചകനെ നയിക്കുന്നത്. പ്രവാചക ശുശ്രൂഷയിൽ ഇങ്ങനെയൊരു ഭാഗമുണ്ട്, ഈ ഒരു ഘട്ടമുണ്ട്. നിങ്ങളിൽ ചിലരെല്ലാം ദൈവത്തിന് വചനം പറയുന്നവരുണ്ട്, ദൈവവചനം പ്രസ്താവിച്ചിട്ടുള്ളവരുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രവാചക ശുശ്രൂഷയുടെ ഈ ഗതിയിൽ ഒരു പ്രത്യേക സന്ദർഭം വരേണ്ടത് ആവശ്യമാണ്. എന്താണ് ആ സന്ദർഭം? കുറ്റബോധം വരുന്നൊരവസ്ഥ, നിത്യനായ ദൈവത്തെ ഇനിയും ആഴത്തിൽ തിരിച്ചറിയുന്ന അവസ്ഥ, ഇനിയും കൂടുതൽ അറിയുന്നതായൊരവസ്ഥ. പ്രവാചകൻ അതാണ് മനസ്സിലായി. ദൈവത്തെ കണ്ടു. 1-ാം വാക്യം അങ്ങനെയാണ്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. ആര്? കർത്താവ്, നിത്യനായ ദൈവം സ്വർഗീയ സിംഹാസനത്തിലിരിക്കുന്നത് പ്രവാചകൻ കണ്ടു. പ്രവാചകൻ അത് കണ്ട ഉടനെ പ്രവാചകൻ തന്നെ കണ്ടു. മുകളിലേക്ക് നോക്കി ദൈവത്തെ കണ്ടു, ഉള്ളിലേക്ക് നോക്കി തന്നെ കണ്ടു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുന്നത് അത്യന്തം ശ്രേഷ്ഠമായൊരനുഭവമാണ്. ദൈവം ആരാണെന്ന് കണ്ടെത്തുന്നു. ഞാൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്ന ഈ ദൈവം ആരാണ്? ഈ ദൈവം മഹാപരിശുദ്ധനാണ്. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് 6 ചിറകുള്ള ശ്രോഫേ മാലാഖമാർ 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് കാല് മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്ത് ആഘോഷിച്ച് ആരവാരത്തോടെ മഹത്വപ്പെടുത്തുന്ന നിത്യോന്നതനായ ദൈവം, ഈ ദൈവം ആരാണ്? മാലാഖമാർ ഭയത്തോടെ നിൽക്കുന്നു. ദൈവസനിൽ നിൽക്കുവാൻ, ദൈവത്തെ നോക്കുവാൻ ധൈര്യമില്ലാതെ മുഖം മൂടിയിരിക്കുന്നു. കാലുകൾ പറന്നു നിൽക്കുന്ന തീജ്വാലയ്ക്കൊത്ത കാലുകൾ ചിറകുകൊണ്ട് മറച്ചിരിക്കുന്നു. പറന്നു നിന്നുകൊണ്ട് ദൈവത്തെ എപ്പോഴും പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആഘോഷത്തോടെ മഹത്വപ്പെടുത്തുന്നു. ഈ നിത്യപരിശുദ്ധനായ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള പദവിയാണ് എനിക്ക് തന്നത് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യം എന്താ എന്ന് മനസ്സിലാകുന്നത്. സ്വർഗത്തിലെ അപ്പാ എന്നാണ് നാം വിളിക്കുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നെന്നാണ് നാം പറയുന്നത്. ബലവാനെ നീ പരിശുദ്ധനാകുന്നെന്നാണ് നാം പറയുന്നത്. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നെന്നാണ് നാം പറയുന്നത്.
അത് മാലാഖമാർ പറയുന്നതാണ് നാം ഏറ്റു പറയുന്നത്. മാലാഖമാർ ദൈവത്തെ ദൈവമേ നീ പരിശുദ്ധനാകുമെന്ന് പറയുന്നു. ഒരു മാലാഖ വേറൊരു മാലാഖയോട് പറയുകയാണ് ദൈവം പരിശുദ്ധൻ. അപ്പോൾ അവിടെ നിൽക്കുന്ന മാലാഖ ഇങ്ങോട്ട് പറയുന്നു ദൈവം പരിശുദ്ധൻ. പരസ്പരം പറയുകയാണ്. ഒരുത്തനോട് മറ്റൊരുത്തൻ പറയുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു. വേറൊരു മാലാഖ പറയുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു. വേറൊരു മാലാഖ പറയുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. കൂട്ടമായി മാലാഖമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. അപ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന നാം പറയുകയാണ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമ്മുടെ കഷ്ടാനുഭവാഴ്ച നമസ്കാരത്തിലെ ബുധനാഴ്ചയിലെ മധ്യാഹ്ന നമസ്കാരത്തിലെ പ്രമേയം വായിക്കുമ്പോൾ കാണാം ഈ പറയുന്നത് എത്രമാത്രം അർത്ഥവത്തായി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ധരിച്ചിരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്തുമ്പോൾ നാം നമ്മെ തന്നെ കാണുകയാണ്. ഞാൻ അശുദ്ധനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്, ഞാൻ നിസ്സാരനാണ്, ഞാൻ അഴുക്കുള്ളവനാണെന്ന് കാണുന്നു. എൻ്റെ തനിനിറം ഞാൻ കാണുന്നു, എൻ്റെ ഞാനെ ഞാൻ കാണുന്നു, എൻ്റെ അഹത്തെ ഞാൻ കാണുന്നു, എൻ്റെ സ്വാർത്ഥതയെ ഞാൻ കാണുന്നു, എൻ്റെ അഹങ്കാരത്തെ ഞാൻ കാണുന്നു, എൻ്റെ ദ്രവ്യാഗ്രഹത്തെ ഞാൻ കാണുന്നു, എൻ്റെ അശുദ്ധ ഹൃദയത്തെ ഞാൻ കാണുന്നു, എൻ്റെ വൈരാഗ്യ മനോഭാവത്തെ ഞാൻ കാണുന്നു, എനിക്ക് ഇഷ്ടമുള്ളവരോട് ഇഷ്ടവും എന്നോട് അനുകൂലമല്ലാത്തവരോട് പ്രാതികൂല്യവും പുലർത്തുന്ന എൻ്റെ പൈശാചിക ഭാവത്തെ ഞാൻ കാണുന്നു. കർത്താവേ, ഞാൻ എന്നെ തന്നെ കാണുന്നു. പ്രവാചകൻ ദൈവത്തെ കണ്ടു, തന്നെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകളെ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവം പരിശുദ്ധനാണെന്ന് കാണുക. പോരാ, അവിടെ നിർത്തരുത്. നിങ്ങളെ തന്നെ കാണുക. ഒരു എളിമ നിങ്ങൾക്ക് വരും, ഒരു താഴ്മ നിങ്ങൾക്ക് വരും, ഒരു ഹൃദയ നുറുക്കം നിങ്ങൾക്ക് വരും, നിങ്ങൾ കൺവിക്ഷൻ വരും, നിങ്ങൾ കൺട്രീഷൻ വരും, നിങ്ങൾ കൺവേർഷൻ വരും, നിങ്ങൾ കൺഫെഷൻ വരും, നിങ്ങൾ കമ്മീഷൻ ലഭിക്കും. അടുത്ത പ്രസംഗത്തിൽ അക്കാര്യം പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുറ്റബോധമുള്ളൊരു മനസ്സാക്ഷി ഞങ്ങൾക്ക് തരണമേ. തകർന്നു നുറുകിയമായ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ തന്നെ കാണാൻ ഞങ്ങൾക്ക് വെളിവ് തരണമേ. അപ്പോൾ നിൻ്റെ സ്നേഹം അറിഞ്ഞ് നിന്നെ സ്തുതിപ്പാൻ, നിൻ്റെ വാത്സല്യം അറിഞ്ഞ് നിന്നെ വാഴ്ത്തുവാൻ, ഞങ്ങളുള്ളതായി നിൻ്റെ കരുണ മനസ്സിലാക്കി നിന്നെ വാഴ്ത്തി വാഴ്ത്തി സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.